താല്പര്യമുള്ള കുട്ടികൾക്ക് മുഴുവനും ഫ്രീ ആയിട്ട് ഈ വോളിബോൾ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അവിടെ. ആ ഒരു വെക്കേഷൻ 2 മാസം നീണ്ടുക്കുന്ന പ്രോഗ്രാമാണ്. അപ്പൊ അതിനകത്ത് ആദ്യം ഈ പറഞ്ഞ കുട്ടികൾ മുഴുവനും അവിടെ എത്തും, ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷെ ഇത് അതിരാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഗ്രൗണ്ടിൽ എത്തണം. അപ്പൊ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കുട്ടികൾ പതുക്കെ പതുക്കെ കൊഴിഞ്ഞു പോക്ക് തുടങ്ങും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ സാറ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. സാർ എന്ന് വെച്ചാൽ അവിടെ വരുന്ന കുട്ടികൾക്ക് മുഴുവനും പുഴുങ്ങിയ മുട്ടയും പാലും കൊടുക്കും. സാറ് നിസ്സാര ചെലവുള്ളുകാരൻ ആരെ കൊണ്ടെങ്കിലും സ്പോൺസർ ചെയ്യിച്ചാൽ മതി. പക്ഷെ ഈ കുട്ടികൾക്ക് ഇതൊക്കെ വീട്ടിൽ കിട്ടുന്നതാണെങ്കിൽ കൂടി ഇവിടെ കഴിച്ച് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലിൽ കുട്ടികൾ ഇങ്ങനെ നിൽക്കും. അതുകൂടാതെ പിന്നെ കുറെ കൂടി കഴിയുമ്പോൾ വീണ്ടും കുട്ടികൾ പോകുന്നത് കണ്ടാൽ സാർ അടുത്തൊരു ടെക്നിക്ക് ഉപയോഗിക്കും. സാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ അടുത്തൊരു കുളം ഉണ്ട്, അധികം വെള്ളമൊന്നുമില്ലാത്ത കുളമാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് കുളിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എന്ത് സംഭവിക്കും, ഈ എല്ലാ കുട്ടികളും കൂടി ഭയങ്കര ഉത്സവമായിട്ടാണ് ഈ കുളത്തിൽ കുളിക്കുന്നത്. അപ്പൊ അതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ കുട്ടികളെ മുഴുവൻ അവസാനം വരെ നിലനിർത്താൻ ഈ സാറിന് സാധിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഒരു ടീം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സ്റ്റാഫുകളുടെ ഒരു ടീം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം നമ്മൾ സാലറി കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അവർ ലോങ് ടേമിൽ നമ്മളൊപ്പം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള 3 കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ക്ലിയർ വിഷൻ ആൻഡ് പർപ്പസ്. നമുക്കും നമ്മുടെ കമ്പനിക്കും കൃത്യമായിട്ടൊരു വിഷനും അല്ലെങ്കിൽ പർപ്പസും ഉണ്ടാവണം. ആ ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് കമ്പനിയിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതേപോലെ തന്നെ കമ്പനിയുടെ പർപ്പസ് അഥവാ മിഷൻ എന്താണോ അതിന്റെ സ്റ്റേറ്റ്മെന്റും ക്ലിയർ ആയിരിക്കണം. അത് ഓരോ സ്റ്റാഫിന്റെ അടുത്തും കൃത്യമായിട്ട് അത് എത്തിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇത്രയും വലിയൊരു വിഷന്റെ പുറകിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ സ്റ്റാഫുകൾക്ക് ഒരു മോട്ടിവേഷൻ തോന്നാനുള്ള കാരണമാണ്. രണ്ടാമത് റെക്കഗ്നീഷൻ ആൻഡ് അപ്രിസിയേഷൻ ആണ്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ തീർച്ചയായിട്ടും അവർക്ക് റെക്കഗ്നീഷൻ കൊടുക്കണം. അതേപോലെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണം. അത് എല്ലാവരും മുമ്പിൽ വെച്ച് ചെയ്യാൻ വേണം. തീർച്ചയായിട്ടും അത് അവർക്ക് വലിയൊരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നാണ് എംപവർമെന്റ് ആൻഡ് ട്രസ്റ്റ്. അതായത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തേ മതിയാവും. അവരുടെ വർക്കിൽ അവർക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുക, അവരെ വിശ്വസിക്കുക. പക്ഷെ എന്ന് വെച്ചിട്ട് മുഴുവൻ അവർക്ക് കൈമാറണം എന്നല്ല, നിങ്ങളുടെ മോണിറ്റർ ചെയ്യുക, പക്ഷെ സ്വാതന്ത്ര്യം ഫുള്ളായിട്ട് കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ടീമിന് വളരെ ഹാപ്പി ആയിട്ട് അവിടെ നിലനിൽക്കാൻ വേണ്ടി കഴിയുള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു ടീമിനെ വാർത്തെടുക്കാനും കഴിയുള്ളൂ. ഓക്കെ, നമുക്ക് ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ബിസിനസ്സുകളെ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് റൺ ചെയ്യാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.